പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് 1-2 കീർത്തനങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പരാവർത്തനം ചെയ്ത് അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് ചില ഗുണപാഠങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ശ്രമിക്കുകയുണ്ടായി. ഞാൻ അന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. രവീന്ദ്രനാഥ ടാഗോർ നോബൽ പ്രൈസ് ലഭിച്ച ഭാരതത്തിലെ ആദ്യത്തെ സാഹിത്യകാരനാണ്. അദ്ദേഹം ഗീതാഞ്ജലി എന്ന പുസ്തകം രചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോബൽ സമ്മാനാർഹനായി തീർന്നത്. ആ പുസ്തകം 1915 പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആശ്രയിച്ചത് അദ്ദേഹം തന്നെ രചിച്ച ഗീതാഞ്ജലി ബംഗാളി ഭാഷയിൽ എഴുതിയ പുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത കവിതകൾ കീർത്തനങ്ങൾ അദ്ദേഹം തന്നെ പരിഭാഷ ചെയ്തതിൻ്റെ അടിസ്ഥാനമാണ് ആ പുസ്തകം പലരും വിവർത്തനം ചെയ്തിട്ടുണ്ട്. 2021 ഡോക്ടർ റോസി തമ്പി എന്ന സാഹിത്യകാരി അത് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. അത് എൻ്റെ നിരീക്ഷണത്തിൽ അത് നല്ല ഒരു പരിഭാഷയായി, മലയാളത്തിലെ പരിഭാഷയായി ഞാൻ കാണുന്നു. 33-ാം സങ്കീർത്തനം ഗീതാഞ്ജലിക്ക് അദ്ദേഹം ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സോങ് ഓഫറിങ്സ് എന്നാണ്. കീർത്തനം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു കാഴ്ചയായി, തിരുമുൽ കാഴ്ചയായി എന്ന സങ്കല്പമാണ് ആ തലക്കെട്ടിൻ്റെ അർത്ഥമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഇത് ആമുഖമായി നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പുസ്തകം മലയാളത്തിലോ ഇംഗ്ലീഷിലോ വായിക്കുന്നത് തീർച്ചയായും നമ്മളുടെ മനസ്സിനെ പ്രബുദ്ധമാക്കുവാൻ സഹായിക്കും എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ കീർത്തന സമാഹാരത്തിലെ ഗീതാഞ്ജലിയിലെ സോങ് ഓഫറിങ്സ് 33-ാം കീർത്തനം ഡോക്ടർ റോസി തമ്പി, അത് ചെറിയൊരു കീർത്തനമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തുന്നത്. ആ പകൽ അവർ വീട്ടിലേക്ക് കയറി വന്നു. അവർക്ക് താമസിക്കാൻ ചെറിയൊരു മുറി വേണം എന്ന് ആവശ്യപ്പെട്ടു. അവർ ഇത്രയും കൂടെ പറഞ്ഞു: ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നെ ഞങ്ങൾ സഹായിക്കാം. ദൈവാനുഗ്രഹത്തിൻ്റെ ചെറിയൊരു പങ്ക് മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. ഇത്രയും പറഞ്ഞ് അവർ മുറിയുടെ ഒരു മൂലയിൽ നിശബ്ദം വിനീതരുമായി ഇരുന്നു. എന്നാൽ രാത്രിയുടെ ഇരുട്ടിൽ അവർ ചെയ്തതെന്തെന്നോ, എൻ്റെ ബലിവേദി കടന്നു കയറി അവിടെ ഞാൻ അങ്ങേക്ക് സമർപ്പിച്ച നിവേദ്യം ദുരയാൽ കവർന്നെടുത്തു. വളരെ അർത്ഥതലങ്ങളുള്ള ഒരു കീർത്തനമാണിത്. പകലാണ്. കുറച്ചുപേർ എൻ്റെ ഭവനത്തിലേക്ക് കയറി വന്ന് വിശ്രമിക്കാൻ ഒരു കൊച്ചിടം മതി ഞങ്ങൾക്ക്. നിന്നെ ദൈവാരാധനയിൽ ഞങ്ങൾ സഹായിച്ചു കൊള്ളാം, നല്ല വാഗ്ദാനങ്ങളുമായി. അതിന് വീട്ടുകാരൻ അനുവദിക്കുന്നു. അവർ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. പുറമെ ശാന്തരായി, സൗമ്യരായി, നല്ലവരായി. എല്ലാവരും ഉറക്കമായി. രാത്രിയുടെ ഇരുട്ടിൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായി, ഏറ്റവും ശ്രേഷ്ഠമായി അയാൾ എന്താണോ ദൈവത്തിന് സമർപ്പിച്ചത്
ആ നിവേദ്യം, ആ കാഴ്ച കവർന്നെടുത്തുകൊണ്ട് അവർ വീട് വിട്ട് പൊയ്ക്കളഞ്ഞിരിക്കുന്നു. ഇതിന് 1-2 അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമത്തേത് നമുക്ക് മനസ്സിലാക്കുവാൻ, കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ വിദ്യാർത്ഥികളുമായി ഒരു സംവാദത്തിലേർപ്പെട്ടു. ഒരു കോളേജിൽ സംവാദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു വിദ്യാർത്ഥി കുഞ്ഞുണ്ണി മാഷോട് ചോദിച്ചു, മാഷേ, അദ്ദേഹം അധ്യാപകനായിരുന്നു, വിരമിച്ചു അധ്യാപക ജോലിയിൽ നിന്ന്. മാഷേ, ഇപ്പോൾ വിശ്രമ ജീവിതമാണല്ലോ, അങ്ങ് എന്തെടുക്കുന്നു? ധാരാളം സമയമുണ്ടല്ലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു കസാലയിൽ ഇങ്ങനെ ഇരിക്കും. വീട്ടിലേക്ക് കയറി വരുന്നവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരും അതൊക്കെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം. ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എൻ്റെ മനസ്സിലേക്ക് ധാരാളം ചിന്തകൾ കയറി വരുന്നു. ആ ചിന്തകൾ അടങ്ങിയിരിക്കുന്നത് ചില വ്യക്തികൾ കാണും, ചില തത്വങ്ങൾ കാണും, ചില വിശേഷങ്ങൾ കാണും, ചില കാര്യങ്ങൾ കാണും. ചിലത് നല്ലതാവാം, നല്ലവരാകാം, ചിലത് ചീത്തയുമാകാം. ഈ നല്ലതാണോ കടന്നു വരുന്നത്, തീയതാണോ ആകാത്തതാണോ കടന്നു വരുന്നത് എന്ന് ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ കസാലയിൽ ഞാൻ ഇരിക്കുകയാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് എന്താ? കുഞ്ഞുങ്ങളെ, ഇങ്ങനെയും വേണം കുറച്ച് സമയം ശാന്തമായി എവിടെയെങ്കിലും ഒന്നിരിക്കൂ, എന്നിട്ട് സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരുന്നത് എന്തൊക്കെയാ? അങ്ങനെ കയറി വരുന്ന ചില വ്യക്തികളും കാണും. അവരാരൊക്കെയാ? കൊള്ളാവുന്നവരാണോ? കൊള്ളരുതാത്തവരാണോ? സത്സ്വഭാവികളാണോ? ദുസ്വഭാവികളാണോ? സത്ചിന്തകളാണോ? ദുശ്ചിന്തകളാണോ? ദുശ്ചിന്തകളെങ്കിൽ അകത്ത് കയറിക്കൂടാൻ അനുവദിക്കല്ലേ? സത്ചിന്തകളാണെങ്കിൽ കയറി വന്നോട്ടെ. ദുസ്വഭാവികളാണെങ്കിൽ ഒഴിവാക്കണം. സത്സ്വഭാവികളാണെങ്കിൽ സ്വാഗതം ചെയ്യുകയും വേണം. ജീവിതത്തെ പാവനമാക്കി സൂക്ഷിക്കാൻ നമ്മളുടെ ചിന്തകളെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ചിന്തകളെ ശുദ്ധീകരിക്കണമെങ്കിൽ അകത്തേക്ക് കയറി വരുന്നവ നല്ലതാണോ തീയതാണോ എന്ന് ശ്രദ്ധിക്കണ്ടേ? കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ഒരു പരിശീലനം നമ്മൾ നേടിയെടുക്കുന്നില്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ അതിനോട് അത് വളരെ ശ്രദ്ധേയമായി വരുന്നു. എന്താ? ആകാത്തവയാണ് ചിന്തകളായോ വ്യക്തികളായോ കടന്നു വരുന്നതെങ്കിൽ അപകടമുണ്ടാക്കും. എന്നാൽ നല്ലതാണെങ്കിലോ അത് നമ്മളെ സഹായിക്കും. നമ്മളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു നിവേദ്യമാണ്. ആ നിവേദ്യം അവിടെ പരിപാവനമായി സൂക്ഷിക്കുവാൻ കഴിയുമ്പോഴേ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഈശ്വരൻ, അതാ ആ നിവേദ്യം. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു. ഈശ്വര സാന്നിധ്യം, ദൈവസാന്നിധ്യം നഷ്ടപ്പെടാനിടയാകുന്ന വിധം ദുശ്ചിന്തകളും ദുർവികാരങ്ങളും അങ്ങനെ നല്ല സ്വഭാവത്തിന് ഇടം കൊടുക്കാത്ത ആളുകളും ദുസ്വഭാവികൾ, അവരെ അകറ്റിക്കൊള്ളണം. നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ബലിയായി പരിപൂർണമായി നിലനിർത്താൻ കഴിയുന്നത് മാത്രമേ, ചിന്തകൾ മാത്രമേ, വ്യക്തികൾ മാത്രമേ
നമ്മളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ പാടുള്ളൂ. രണ്ടാമതൊരു തലമുണ്ട്. കുഞ്ഞുങ്ങളെ, ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചതാണ്, വീണ്ടും ആവർത്തിച്ച് ഓർമ്മിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലതാണ്. ചിലരൊന്നും വീട്ടിൽ കയറ്റരുത്, കൊള്ളില്ല. എല്ലാവരെയും ഒന്നും നമ്മളുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് കയറ്റിവെക്കാൻ കൊള്ളുകയില്ല. സ്നേഹിക്കാൻ, വിശ്വസ്തരെന്ന് പരിഗണിക്കാൻ, കൂടെ കൊണ്ടു നടക്കാൻ, അവരുമായി സംവദിക്കാൻ, സന്തോഷിക്കാൻ, സമ്പർക്കം ചെയ്യാൻ ചിലരെ ഒന്നും കൊള്ളില്ല കുഞ്ഞുങ്ങളെ. അത് അകറ്റിക്കൊള്ളണം. ചിലരെയൊക്കെ നിങ്ങൾക്ക് കൊള്ളാം, അവരെ കൂട്ടിക്കൊള്ളണം. ഇത് രണ്ടാമത്തെ തലമാണ്. ആ രണ്ടാമത്തെ തലത്തിൽ നിങ്ങൾ ആരെന്നറിയണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെന്നറിഞ്ഞിരിക്കണം എന്ന ഒരു ആപ്തവാക്യം ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. ചിലരെയൊക്കെ അകറ്റി നിർത്തിയേ മതിയാവുകയുള്ളൂ. ചിലരെയൊക്കെ നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും വേണം. ദൈവത്തിന് നമ്മളുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കുവാൻ കഴിയും വിധം നമുക്ക് സഹായിക്കുന്ന ചിന്തകൾ സ്വീകരിക്കുക. അതിനെ സഹായിക്കുന്ന സ്നേഹിതരെ മാത്രം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുക. ഇത് തീർച്ചയായും നമ്മളുടെ ജീവിതത്തെ ദൈവോന്മുഖമാക്കി നിലനിർത്തുവാൻ നമ്മെ സഹായിക്കും. അല്ലാത്തവയൊന്നും നമ്മളെ അതിന് സഹായിക്കുകയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ജീവിതം ഒരു നിവേദ്യമാണ്. നമ്മളുടെ ജീവിതം ഒരു ബലിയാണ്, ഒരർപ്പണമാണ്, ദൈവത്തിന് നൽകുന്ന ഒരു തിരുമുൽക്കാഴ്ചയാണ്. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാഥ, എന്നെ നിനക്കും ധൂപമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക.